ഇന്ന് നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു മഷ്റൂം തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തേങ്ങ ചിരകിയത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 അല്ലി കറിവേപ്പില, ഒരു 10-20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുപോലെ ഒരു 2 കപ്പ് മഷ്റൂം. ഇനി ഇത് പാകം ചെയ്യുന്നതിലേക്ക് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഒന്ന് വഴട്ടാനായിട്ട്. അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഷ്റൂമും കൊച്ചുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഈ സമയം വേണം നമ്മൾ നോക്കാനായിട്ട്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ കുറവേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തോരനാണ് ഇത്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.